സ്വാഗതം. തുടർച്ചയായി 3 മാസം ഇ-പോസ് മെഷീനിൽ വിരലടയാളം പതിപ്പിച്ച് റേഷൻ വാങ്ങാത്ത കൊല്ലം ജില്ലയിലെ 5558 റേഷൻ കാർഡ് ഉടമകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി. അനർഹർ റേഷൻ മുൻഗണനാ ലിസ്റ്റിൽ കയറിക്കൂടിയെന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. PHH അതായത് പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിൽ നിന്ന് 5099 പേരെയും AAY അതായത് മഞ്ഞ കാർഡ് വിഭാഗത്തിൽ നിന്ന് 480 പേരെയും NPS അതായത് നീല റേഷൻ കാർഡ് വിഭാഗത്തിൽ നിന്ന് 9 പേരെയുമാണ് ഒഴിവാക്കിയത്. അനർഹർ മുൻഗണനാ ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നും ഇവർ റേഷൻ സാധനങ്ങൾ വാങ്ങുന്നില്ല എന്നും പരാതി ഉയർന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റേഷനിംഗ് ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പരിശോധനയിൽ അർഹരായിട്ടും ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നവരെ കണ്ടെത്തി പുതിയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പേർ പുറത്തായത് കൊല്ലം താലൂക്ക് സപ്ലൈ ഓഫീസറുടെ പരിധിയിലാണ്, 2963. പുനലൂർ താലൂക്കിലാണ് ഏറ്റവും കുറവ്. അനർഹമായി റേഷൻ കാർഡ് കൈവശം വച്ചിരുന്നവർക്കെതിരെ പിഴ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണെന്ന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായി റേഷൻ വാങ്ങാത്തവരുടെയും സർക്കാർ നൽകിയിരുന്ന കിറ്റുകൾ വാങ്ങാതിരുന്നവരുടെയും വിവരങ്ങൾ റേഷനിംഗ് ഇൻസ്പെക്ടർമാർ ശേഖരിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് നൽകിയിരുന്നു. ഇതിൻ്റെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. മുൻഗണനാ പട്ടികയിലെ അർഹതയില്ലാത്തവർ ആരൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ, വിവിധ സർക്കാർ പെൻഷൻ വാങ്ങുന്നവർ, 25,000 രൂപയ്ക്ക് മുകളിൽ മാസ വരുമാനമുള്ളവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ, 1000 ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ, ഡോക്ടർമാർ, സ്വന്തമായി കാറുള്ളവർ, ഒന്നിലധികം വീട് സ്വന്തമായിട്ടുള്ളവർ എന്നിവർ മുൻഗണനാ പട്ടികയിൽ അർഹത ഇല്ലാത്തവരാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമസ്കാരം.